എംഐസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു TV ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് EMI ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും പേയ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഫുൾ എമൗണ്ട് പേ ചെയ്യാണ്ട് തന്നെ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കഴിയും. അതേപോലത്തെ ഒരു ഫെസിലിറ്റിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എംഐസ് എന്ന് പറയുന്നത്. നമുക്കൊരു 1000 രൂപൻ്റെ ഒരു സ്റ്റോക്ക് നമുക്ക് അതിൻ്റെ ഒരു 20% 200 രൂപ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് എംഐസ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് കണ്ടീഷൻസ് ഉണ്ട്. ആ ഒരു സെയിം ഡേയിൽ തന്നെ ആ ഒരു പൊസിഷൻസ് നമ്മൾ നിർബന്ധമായിട്ടും സ്ക്വയർ ഓഫ് ചെയ്യണം. അത് സ്ക്വയർ ഓഫ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 320 ആവുന്ന സമയത്തും നമ്മളെ സ്റ്റോക്ക് ബ്രോക്കർ ആ ഒരു പൊസിഷൻസ് ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആവും. ആ കറന്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ ഒരു പ്രൈസിൽ അവരത് സ്ക്വയർ ഓഫ് ചെയ്യും. അപ്പോൾ ഒരിക്കലും ഓട്ടോ സ്ക്വയർ ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, മാനുവലി എപ്പോഴും സ്ക്വയർ ഓഫ് ചെയ്യാം. ദെൻ എംഐസിൻ്റെ മറ്റൊരു ബ്യൂട്ടിയാണ് നമുക്ക് ആ ഒരു സ്റ്റോക്കിനെ ഷോർട്ട് സെൽ ചെയ്യാൻ കഴിയുന്നുള്ളത്. ഓക്കെ, ഷോർട്ട് സെല്ലിംഗ് എന്താണെന്നുള്ളത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമുക്കതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. സെയിം കണ്ടീഷൻസ് ആണ്, ആ ഒരു സെയിം ഡേയിൽ തന്നെ ആ ഒരു പൊസിഷൻസ് നിർബന്ധമായിട്ടും സ്ക്വയർ ഓഫ് ചെയ്യാം. ഓക്കെ, ദെൻ CNC എന്താണെന്നുള്ളത് നോക്കാം. CNC എന്ന് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാരി. ഓക്കെ, നമ്മളൊരു പ്രോഡക്റ്റിന് ഡെലിവറി എടുക്കണം. ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെയോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒരു മാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ